ക്രിസ്തുമസിന് ഉള്ള ഒരു അലങ്കാരം നമ്മുടെ നാട്ടിലൊക്കെ പലയിടത്തും പല ഏരിയകളിലും, പ്രത്യേകിച്ച് ഈ ഏരിയകളിലൊന്നും അധികം ഒരു പുരോഗമനം കാണുന്നില്ല. ആ ഒരു ഷോക്കിൽ നിന്ന് തുടങ്ങിയതാണ് ഇങ്ങനെ ഒരു ഫ്രണ്ട് വ്യൂ കിട്ടി. ഇങ്ങനെ ഒരു കടയുടെ മേലുമാരുടെ ഹാപ്പിക്ക് വേണ്ടിയിട്ടും എല്ലാ വർഷവും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു. 10-15 വർഷത്തോളമായി ഇത് ചെയ്യും. വർഷമാണ് കുറച്ചുകൂടെ കൂടി ഓരോരോ പുതിയ മോഡലുകൾ വരുമ്പോൾ. ഇപ്പോൾ ഈ നെറ്റ് ടൈപ്പ് ഉണ്ടല്ലോ, അത് ഈ വർഷത്തെ പുതിയ ഐറ്റമാണ്. അത് ഇന്നലെയും മോൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച് വീഡിയോയിൽ കണ്ടു കഴിഞ്ഞ് ചോദിച്ചേട്ടാ നീ ആദ്യം ആ സ്റ്റാറിൻ്റെ എണ്ണം ഒന്ന് പറയാൻ പറ്റും. ഞാൻ പറഞ്ഞു അവൻ തന്നെ പറഞ്ഞു അതിപ്പോൾ പറയാൻ പറ്റത്തില്ല, കാരണം എണ്ണി ബുദ്ധിമുട്ടാണ്. ഓരോരോ ലേറ്റസ്റ്റ് മോഡലുകൾ ഇവിടെ തന്നെ ഇതേവരെ നമ്മുടെ നാട്ടിൽ കിട്ടാത്ത ഈവൻ ആ സ്റ്റാർ തന്നെ ഇതേവരെ നമുക്കിവിടെ കിട്ടിയിട്ടില്ല. ഈ ടൈപ്പ് ബൾബുകൾ ഈ ടൈപ്പ് ബൾബുകളൊന്നും ഇവിടെ വന്നിട്ടില്ല. കേരള പ്രൈം ടൂറിയുടെ പ്രേക്ഷകർക്ക് നമസ്കാരം. ഇപ്പം നിങ്ങൾ ഒരു അതിമനോഹരമായ ലൈറ്റിൻ്റെ ദൃശ്യങ്ങൾ കണ്ടു കാണുമല്ലേ? ഒരു വീട്ടിലാണ് ഈ ലൈറ്റെല്ലാം ഇത്രയേറെ ലൈറ്റ് ഇട്ടിരിക്കുന്നത്. അതിമനോഹരമായി നമ്മുടെ കണ്ണിന് കുളിർമയേകുന്ന തരത്തിലാണ് ആ ലൈറ്റൊക്കെ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത്. ആ വീടെന്ന് പറയുന്നത് നമ്മൾ ചീരങ്കാവിൽ നിന്നും പുത്തൂരേക്ക് പോകുന്ന വഴിക്ക് വല്ലാങ്കര ഭാഗത്താണ് അതൊരു വീട്. ആ വീട്ടിൽ അതിമനോഹരമായി ലൈറ്റ് അലങ്കരിച്ചിരിക്കുന്നു. നമ്മൾ ആദ്യം വിചാരിക്കും ഏതോ പള്ളിപ്പെരുന്നാളോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രത്തിലെ ഉത്സവമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ആയിരിക്കും ഈ ലൈറ്റ് ഇട്ടേക്കുന്നത്. പിന്നീട് വിചാരിച്ചു വീടിൻ്റെ പാലുകാച്ചാണോ എന്നൊക്കെ നമ്മൾ വിചാരിച്ച് എന്തായാലും ഇവിടെ ഇറങ്ങി നമ്മളെന്തായാലും എന്താണ് ഈ ദീപാലങ്കാരത്തിൻ്റെ പിന്നിൽ എന്താണ് എന്ന് നമുക്ക് ആ വീട്ടുകാരോട് തന്നെ നമുക്ക് ചോദിക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും അകത്തേക്ക് പോകാം. ഓക്കെ, കമോൺ. അപ്പോൾ നമ്മൾ ആ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ആലുമൂട്ടിൽ റോഷൻ വില്ല എന്ന് പറയുന്ന വീടാണ്. നമുക്ക് ഈ വീട്ടിൽ ചേട്ടനുണ്ട്. ആ ചേട്ടനോട് തന്നെ ചോദിക്കുക എന്താണ് ഇത്രയേറെ ദീപാലങ്കാരം എന്ന്. നമുക്ക് ചേട്ടനെ വിളിക്കാം. ചേട്ടാ ഒരു വെൽക്കം. നമസ്കാരം. നമസ്കാരം. ഞാൻ രാജു പാപ്പച്ചൻ. പേരെങ്ങനെ? രാജു പാപ്പച്ചൻ. ഇപ്പം ഞങ്ങൾ ഇതുവഴി പോവുകയായിരുന്നു. പോകുന്നപ്പോഴാണ് ഇത്രയും വലിയൊരു ദീപാലങ്കാരം. അതും ഞാൻ ആദ്യം വിചാരിച്ച് ക്ഷേത്രമാണോ അതേ ദേവാലയമാണോ പള്ളിയാണോ എന്നൊക്കെ നോക്കിയല്ല. കൊച്ചുങ്ങൾ എന്തുകൊണ്ട് വണ്ടിയിൽ എന്തുകൊണ്ട് പറയുന്നത് ഇങ്ങനെയാണ്, ഇത് പള്ളിയാണോ എന്ന് ആദ്യം ചോദിക്കുന്നത്. അപ്പം പിന്നീട് ഞാൻ ആലോചിച്ച് വീടിന്റെ പാലുകാച്ചുമായിട്ട് ബന്ധപ്പെട്ടാണോ. അന്നേരം ഇത് പഴയ വീടാണ്, വർഷങ്ങളായിട്ട് ഇങ്ങനെ ചെയ്യാറുള്ളതാണ് എന്നറിഞ്ഞ്. എന്താണ് ഇതിന്റെ ഉദ്ദേശം? എന്താ ഇപ്പം നമ്മുടെ മറ്റുള്ള നാട്ടുകളിലൊക്കെ കണ്ട് ക്രിസ്തുമസിന് ഉള്ള ഒരു അലങ്കാരം നമ്മുടെ നാട്ടിലൊക്കെ പലയിടത്തും പല ഏരിയകളിലും, പ്രത്യേകിച്ച് ഈ ഏരിയകളിലൊന്നും അധികം ഒരു പുരോഗമനം കാണുന്നില്ല. ആ ഒരു ഷോക്കിൽ നിന്ന് തുടങ്ങിയതാണ് ഇങ്ങനെ ഒരു ഫ്രണ്ട് വ്യൂ കിട്ടി. ഇങ്ങനെ ഒരു കടയുടെ മേലും ട്രീ ഒക്കെ വയ്ക്കാം. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഒരു ഉത്തേജനമാണ്. സ്ഥിരമായിട്ട് മക്കളുമാരുടെ ഹാപ്പിക്ക് വേണ്ടിയിട്ടും എല്ലാ വർഷവും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു. 10-15 വർഷത്തോളമായി ഇത് ചെയ്യുന്നു. 15 വർഷം കൊണ്ട് ചെയ്യുന്നുണ്ട്. 15 വർഷം കൊണ്ടും ഇത്രയേറെ ലൈറ്റ് ഇടാറുണ്ടോ? അല്ല, ഈ വർഷമാണ് കുറച്ചുകൂടെ കൂടി ഓരോരോ പുതിയ മോഡലുകൾ വരുമ്പോൾ. ഇപ്പോൾ ഈ നെറ്റ് ടൈപ്പ് ഉണ്ടല്ലോ, അത് ഈ വർഷത്തെ പുതിയ ഐറ്റമാണ്. ഏകദേശം എത്ര ലൈറ്റ് വേണം ഇതിലിപ്പം?
അത് ഇന്നലെയും മോൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച് വീഡിയോയിൽ കണ്ടു കഴിഞ്ഞ് ചോദിച്ചേട്ടാ നീ ആദ്യം ആ സ്റ്റാറിൻ്റെ എണ്ണം ഒന്ന് പറയാമോ. ഞാൻ പറഞ്ഞു അവൻ തന്നെ പറഞ്ഞു അതിപ്പോൾ പറയാൻ പറ്റത്തില്ല കാരണം എണ്ണി ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പം ഏതൊക്കെ ടൈപ്പ് ലൈറ്റുകളാണ് നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? നമ്മളെ 99% LED ലൈറ്റുകളാണ്. അപ്പോൾ ഇതിന് വലിയ കറണ്ട് ചാർജ് വലിയതായിട്ടാകുന്നില്ല. പിന്നെ ഓരോരോ ലേറ്റസ്റ്റ് മോഡലുകൾ ഇവിടെ തന്നെ ഇതേവരെ നമ്മുടെ നാട്ടിൽ കിട്ടാത്ത ഈവൻ ആ സ്റ്റാർ തന്നെ ഇതേവരെ നമുക്കിവിടെ കിട്ടിയിട്ടില്ല. ഈ ടൈപ്പ് ബൾബുകൾ ഈ ടൈപ്പ് ബൾബുകളൊന്നും ഇവിടെ വന്നിട്ടില്ല. ഇതെല്ലാം പുറത്തുനിന്ന് കൊണ്ടുവന്നത്? എല്ലാം പുറത്തുനിന്ന് കൊണ്ടുവന്നത്. എവിടെ വർക്ക് ചെയ്യുന്നത്? നേരത്തെ ഗൾഫിൽ ഖത്തറിലാണ്. ഇപ്പം എന്നാലും 7-8 വർഷം കൊണ്ട് കൂടുതൽ സമയം നാട്ടിലാണ്. നേരത്തെ ഈ ഖത്തർ വർക്ക് ചെയ്യുമ്പോഴും ഈ ക്രിസ്മസിന്റെ ഇടവേളയിൽ ഇവിടെ വരുന്ന ഇത് ചെയ്യും. അന്ന് ആ ഡിസംബർ വെക്കേഷനിലായിരുന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ആ സമയത്തായിരുന്നാലും എങ്ങനെയെങ്കിലും ആ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് വന്ന് എങ്ങനെയായിരുന്നാലും അത് ചെയ്യുമായിരുന്നു. ബൾബൊക്കെ അവിടുന്ന് കൊണ്ടുവരുമായിരുന്നു? അതെ, എല്ലാം 99% അവിടുന്ന് തന്നെ ഗൾഫിൽ നിന്ന് തന്നെ കൊണ്ടുവരുന്നതാണ്. കാരണം ഇവിടെ ഈ ടൈപ്പൊന്നും കാരണം ഇവിടെ തന്നെ പല ബിസിനസ്സുകാരും ഓരോ വർഷവും നോക്കിയിരിക്കും എൻ്റെ പുതിയ ഐറ്റം എന്ത് വന്ന്. ഇലക്ട്രിക്കൽ കടക്കാർ ഒരു ട്രെൻഡ് നോക്കുന്നത് അതാണ്. ഈ ചാൻലിയർ ലൈറ്റ് കണ്ടോ, അതിതേവരെ അവൈലബിൾ അല്ലത്. ഇതിപ്പോൾ ഞാനിവിടെ 4-5 വർഷം കൊണ്ടിടുന്നുണ്ട്. ആ ടൈപ്പൊന്നും ഇതേവരെ ഇവിടെ കിട്ടുന്നതേയില്ല. അപ്പോൾ ഇതിന് ഇപ്പോഴും തന്നെ ഈ നെറ്റിന് എൻ്റെ ഒരു സ്നേഹിതൻ ഇത് കണ്ടിട്ട് വന്നിട്ട് ചോദിച്ചു ഇത് എവിടെ നിന്നാണ് മേടിച്ച ഈ നെറ്റ് ലൈറ്റ് ഉണ്ടല്ലോ. അപ്പോൾ പറഞ്ഞ് ഇല്ല ഇവിടെ കിട്ടാനില്ല. ഇല്ല, ഞാൻ ഇപ്പോഴും ഞാൻ പോയിരുന്നു 2 മാസം ഗൾഫിൽ പോയിരുന്നു. അല്ല, അവിടെ ചെന്നാൽ അതാണ് വൈഫിൻ്റെ പോലും പരാതി. വൈഫ് അവിടെ വർക്ക് ചെയ്യുകയാണ്. ഞാനിപ്പം കൂടുതൽ സമയം നാട്ടിലാണ്. എല്ലാ 6 മാസം കൂടുമ്പോൾ ഒന്ന് പോയി വരികയാണ്. അപ്പം പോയാൽ ചെല്ലുമ്പോഴേ ആദ്യമേ കയറുന്ന ഈ ഐറ്റങ്ങളാണ്. ലേറ്റസ്റ്റ് ഐറ്റം എന്താണെന്നുള്ളത് ലൈറ്റ്. അത് അന്നേരം മേടിക്കുക. അതെ, മേടിക്കുക. അത് പുതിയ ഐറ്റം എന്നുണ്ടെങ്കിൽ ലഗേജ് അന്നേരം ഫുള്ളായാൽ തന്നെയും ബാക്കി സ്റ്റോക്ക് അവിടെ വെച്ചേക്കും. പിന്നെ വരുമ്പോൾ ഇപ്പം മോനും കൂടെ ഉണ്ടായിരുന്നു. അപ്പം 3 പേരുണ്ടായിരുന്നതുകൊണ്ട് 3 പേരുടെ ലഗേജിൽ ഇനി വന്ന് കിട്ടി. മോനും ഖത്തറിലാണ് വർക്ക് ചെയ്യുന്നത്? അല്ല, മോനിപ്പം പഠിത്തം കഴിക്കുന്നതേ ഉള്ളൂ. നേരത്തെ എല്ലാവരും ജനിച്ചത് അവിടെയാണ്. അപ്പം ഈ ലൈറ്റ് ഇപ്പോൾ ഏകദേശം നമ്മൾ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ 10,000-ലേറെ ലൈറ്റ് ഉണ്ടെന്നാണ് തോന്നുന്നത്. അതുമല്ല, അപ്പോൾ അതല്ല, അതിൽ കൂടുതലുണ്ട്, അതിലേറെ ഉണ്ടെന്നാണ്. ഇപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി എത്ര ദിവസം എടുത്താണ്? ഇപ്പം തന്നെ ഇപ്പോഴും തന്നെ ഒന്നില്ല, നിങ്ങൾ വരുമ്പോഴും ചെയ്തുകൊണ്ട് നിൽക്കുക. ഏകദേശം ഒരു നവംബർ 27 തുടങ്ങി. എന്നാലും ഒരു 10-15 ദിവസം അത് ഡബിൾ വർക്കാണ്. നമ്മൾ രാവിലെ തുടങ്ങിയാൽ മിക്കവാറും 10, 11, 12 മണി വരെയാണ് രാത്രി വർക്ക് ചെയ്യുന്നത്. പപ്പയും മോനും മാത്രം? സഹായത്തിന് വന്നാലും നമ്മുടെ ആ ഒരു ഇഷ്ടപ്രകാരം അവരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ നിൽക്കുന്ന സമയത്തിന് നമ്മൾ ചെയ്യുക. അതാണ് അതിനകത്തുള്ള ഹെൽപ്പിന് ഒരാൾ മതി. ഇതിനെല്ലാം കുടുംബത്തിന് നല്ല സപ്പോർട്ടാണല്ലോ. അതല്ലേ, അതുകൊണ്ടല്ലേ ആ ഒരു കാരണത്താലാണല്ലോ. അതുമല്ല, മിസ്സസ് ഒരു 10 വർഷം കൊണ്ട് ആദ്യമായിട്ടാണ് ക്രിസ്മസിനുള്ളത്. ഇവർ വീഡിയോയിലേ കാണത്തുള്ളായിരുന്നു. ഈ വർഷമാണ് മിസ്സസ് കൂടി ഇത് കാണുന്നത്. വൈഫ് കൂടെ വന്നതിന്റെ സന്തോഷം കൂടിയാണ് ഈ ഇരട്ടി ലൈറ്റിലേക്ക് എത്തിയത് പ്രാവശ്യം. അതുകൊണ്ടാണ് കൂടുതൽ കൊണ്ടുവന്നത് ഈ നെറ്റ് ലൈറ്റ് കൊണ്ടുവന്നത്. പിന്നെ നമ്മുടെയൊക്കെ ഇവിടെയൊക്കെ ഒരുപാട് ഫ്രണ്ട്സുകൾ ഇത് കാണാനായിട്ട് മറ്റുള്ള വീട്ടുകളിൽ തന്നെ കുഞ്ഞുങ്ങളെ കാണിക്കാൻ വേണ്ടി രാത്രിയിലാണ് ഇങ്ങനെ വരുന്ന വണ്ടികളെ കൊണ്ടുവന്നിട്ടാണ്. പിന്നെ ഇതുവഴി പോകുന്ന വണ്ടിക്കാരായിരുന്നാലും ഇവരെല്ലാവരും ഓരോരുത്തർ പറഞ്ഞാണ് ഇങ്ങനെ പോയി. പിന്നെ അവർ പിള്ളേർ ചേർന്ന് വരും. അച്ഛൻ്റെ വൈഫാണ് ഇതല്ലേ? എന്താ പേരെന്താ? മിനി രാജു. ഖത്തറിലാണ് വർക്ക് ചെയ്യുന്നത്. എന്താണ് വർക്ക് ചെയ്യുന്നത്? നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം 10 വർഷങ്ങൾക്ക് ശേഷമാണ് ക്രിസ്മസിന് നാട്ടിലെത്തുന്നത്. അപ്പം ക്രിസ്മസിന് എത്തിയപ്പോൾ കാണാൻ ഹസ്ബൻഡ് അത് അതിമനോഹരമായി തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. എന്ത് തോന്നി ഈ ഇത്രയൊക്കെ ലൈറ്റ് അലങ്കാരമൊക്കെ കണ്ടപ്പോൾ? എന്താണ് തോന്നുന്നത്? എല്ലാ വർഷവും വീഡിയോയിലാണ് കാണുന്നതെന്നാണ് പറയുന്നത്. എൻ്റെ ഇഷ്ടമാണ്, ഹോബിയായിട്ട് എൻ്റെ ലൈറ്റ് ഡെക്കറേഷനൊക്കെ. അപ്പം നമ്മളും സപ്പോർട്ടാണ് ഇതിൻ്റെ കൂടെയൊക്കെ ചെയ്യാനുമല്ല അത് നേരത്തെ ഇത്ര ഏരിയയിലേ ഉള്ളായിരുന്നു. ഇപ്പം ഈ പ്രാവശ്യം അങ്ങോട്ടും എല്ലാം മുറ്റത്തും എല്ലാം അങ്ങോട്ടെല്ലാം ഇട്ട് വൈഫ് വന്നതിന്റെ സന്തോഷം കൂടെ ചേർത്താണ് എണ്ണം കൂട്ടിയത്. എന്തായിരുന്നാലും കാണുമ്പോൾ ഇത് ഫുള്ള് കണ്ടിട്ട് പോട്ടെ അതുകൊണ്ട് പോയി കണ്ടിട്ടുള്ള വെച്ചുകൊണ്ടാണ് ഈ വർഷം. ഞങ്ങളിവിടെ വരുമ്പം ചേച്ചനെ സഹിച്ചോണ്ടിരുന്ന മകനാണല്ലേ? അപ്പൊ മകനോട് ഇങ്ങോട്ട് വന്നരുതേ കൊള്ളായിരുന്നു. എന്താണ് പേരെന്താണ്? രൂപൻ രാജു. എന്താ ചെയ്യുന്നത്? M.Tech ഡിഗ്രി കഴിഞ്ഞു. എവിടെയാണ് ചെയ്യുന്നത്? മണിപ്പാൽ ഉടുപ്പി. അപ്പൊ പഠിച്ചു കഴിഞ്ഞു. പിന്നെ ഇപ്പൊ ജോലിക്ക് നോക്കുന്നു. ഇപ്പൊ ഖത്തറിൽ പോയിട്ട് വന്നതാണ്? പോയിട്ട് വന്നതാണ്. അപ്പം എന്തുമാത്രം ബൾബ് കൊണ്ടുവന്നു ഖത്തറിൽ നിന്ന്?
കുറെ പറയാൻ പറ്റുന്നില്ലല്ലോ. എണ്ണോ അങ്ങനെ കൂട്ടിയിട്ടില്ല. ഭാരം നോക്കിയിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഇത്രയും കിലോ എന്ന് പറയുമ്പോൾ അതിനൊരു കണക്ക് കൂട്ടി നമ്മളൊരു റേഷ്യോയിൽ കൊണ്ടുവന്ന് പ്രാവശ്യം ഇത്രയും ലൈറ്റ് കൊണ്ടുവരേണ്ടത് കൊണ്ട് ഇവരുടെ പഴയ ഐറ്റങ്ങളും അവിടെ സ്റ്റാൻഡ് ബൈ ആയിപ്പോയി. കാരണം 3 കാർട്ടൂൺ 65 കിലോ ഇലക്ട്രിക്കൽ ഐറ്റം മാത്രമായിരുന്നു. അതിന് മുതലേ ഇവരുടെ ഐറ്റങ്ങളൊക്കെ അവർ മേടിച്ചാൽ അവിടെ പെൻഡിങ് വെച്ചിട്ടാണ് പോരുന്നത്. അത് കൊണ്ടുവരാൻ ലഗേജിന്റെ പരിമിതി കൊണ്ട്. ഈ ഓർമ്മ വെച്ച കാലം തൊട്ട് പപ്പ ഇത് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പൊ എന്താണ് ഇപ്പൊ അതെന്നെല്ലാം പപ്പയെ സഹായിക്കുമ്പോൾ അന്നും കൂടിയിട്ടുണ്ടോ? ഞങ്ങളാണ് 3 മക്കളാണ് കൂടെ സഹായികൾ. അപ്പോൾ വെളിയിൽ വേറെ ആരുമായിട്ടെങ്കിലും ഇതുവരെ വിളിച്ചിട്ടില്ല. വീട്ടിൽ എന്ത് കാര്യത്തിനായാലും സഹായിക്കാൻ ഞങ്ങൾ തന്നെയാണ് നിൽക്കാറ്. അപ്പോൾ പണ്ടേ മുതൽ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് എത്താൻ പറ്റുന്നതൊക്കെ ചെയ്യായിരുന്നു. ഇപ്പം നീളം വെച്ച് കഴിഞ്ഞപ്പോൾ എല്ലാ വലിഞ്ഞ മരത്തിൽ കയറി എല്ലാം ഇടാനും ഒക്കെ പറ്റുന്ന ഒരാളായി. അപ്പോൾ അതിന്ന് ഒരു എല്ലാം ചെയ്യാൻ പറ്റും. ഇനി അടുത്ത വർഷം മുതൽ ഞാനായിരിക്കണം മെയിൻ ഇറങ്ങേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹൈറ്റിലുള്ളതിന് കയറാൻ ഇച്ചിരി ഹൈറ്റ് ഉള്ളതുകൊണ്ട് എന്നെക്കാട്ടി ഒരു സ്റ്റെപ്പ് കൂടെ ഒരു അടി കൂടെ മേലെ കിട്ടുന്നതുകൊണ്ട് ഇദ്ദേഹത്തിന് ഞാൻ വലിച്ച് കയറ്റത്. പിന്നെ വെയിറ്റ് കുറവായതുകൊണ്ട് മരത്തേലിടുന്നതാണ് വലിയൊരു ചടങ്ങ്. ഏകദേശം ഒരു 15 വർഷത്തോളം ആകുന്നു എന്ന് പറഞ്ഞു. അന്ന് പപ്പയും അമ്മയൊക്കെ അല്ല, അമ്മ ഈ 2 വർഷം ആയല്ലോ ധരിച്ചിട്ട്. അമ്മ 2 വർഷം അമ്മയും പപ്പയൊക്കെ അതുകൊണ്ടായിരുന്നു അമ്മ ഇതുപോലെ ആയിരുന്നു പറയുന്നത്. കാരണം ഡിസംബറിൽ വന്നു കഴിഞ്ഞു. അത് അന്നേരം മിസ്സസ് അവിടെ ഡ്യൂട്ടിയിൽ ഉള്ള സമയമാണ്. അന്നേരവും ഇതേപോലെയാണ് വന്നു കഴിഞ്ഞാൽ ഞങ്ങളും അവധിക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങോട്ടും അമ്മയായിട്ട് ഒരു യാത്ര നടക്കത്തില്ല. ഒരു 10-20 ദിവസം ഇതിന്റെ പുറകിലാണ്. അപ്പോൾ അതുകൊണ്ട് അന്നേരമാണ് ഒരു മാസം ലീവിനൊക്കെ അതിന്റെ പുറകിലൊക്കെ പോകും. ക്രേസ് ആയതുകൊണ്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് തീർന്നെങ്കിലേ ഒരു അതുമല്ല. ഈ ഞങ്ങളുടെ പള്ളിയുടെ പുത്തൂർ വലിയ പള്ളിയായ ഞങ്ങളുടെ പള്ളി, അപ്പോൾ അവിടുത്തെ കരോള് സ്റ്റാർട്ടിങ്ങിലാണ് വരാറുള്ളത്. അപ്പോൾ അതിനു മുമ്പ് ഇത് കവർ ചെയ്യണം. അപ്പോൾ ആ ഒരു ഇത് വെച്ചുകൊണ്ട് അന്നേരമാണ് അമ്മയ്ക്ക് ഇന്നത്തെ കാണുന്ന വലിയ സന്തോഷമാണ്. പക്ഷേ വേറെ ഒരു കാര്യങ്ങളും നടക്കാത്തത് കൊണ്ട് അമ്മ പറയുമായിരുന്നു, മോനെ ഇനി നേരിട്ട് നീ ക്രിസ്മസിന് വരണ്ട, നീ വന്നു കഴിഞ്ഞാൽ ഇവിടെ വീട്ടിൽ ഒരു കാര്യങ്ങളും നടക്കുന്നില്ല, എങ്ങോട്ടും ഒന്ന് പോകാൻ പോലും നടക്കുന്നില്ല എന്ന് പറയുമായിരുന്നു. എന്നിരുന്നാലും ശരി, ഫുൾ സപ്പോർട്ടാണ്. അങ്ങനെ പറഞ്ഞിരുന്നാലും വലിയ സന്തോഷമായിരുന്നു. പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടേതിനെക്കാട്ടിൽ ഇത് വീക്ഷിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്നത് അവരുടെ ഒരു സന്തോഷം കൂടെ വേണ്ടിയിട്ടാണ്. ഇതിപ്പം പലയിടത്തും ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ അപ്പുറത്തുമൊക്കെ അറിയപ്പെടുന്നത് ഇവിടുത്തെ എന്ന് പറയുമ്പോൾ അല്ലോ ലൈറ്റ് ഡെക്കറേഷൻ ചെയ്യുന്ന വീട്ടിലല്ലയോ എന്നാണ് അടയാളം വരെ ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോഴത്തെ നമ്മുടെ ഈ ഏജിലും ഈ കയറി നിന്ന് ഈ പണികളെല്ലാം അങ്ങ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെപ്പോലെ തന്നെ മറ്റുള്ളവർക്കെങ്കിലും അതൊരു സന്തോഷമായാൽ അത്രയുമായി. ഇത് തുടർന്ന് പോകും. ഇതിപ്പോ ഇതൊരു റോഡ് വളവ് തിരിഞ്ഞ് പോകുന്ന ഒരു വീടായതുകൊണ്ട് ഇങ്ങനെ തന്നെ എല്ലാ വർഷവും പോകാൻ തന്നെയാണ് പ്ലാൻ. അതായത് ഒരു പക്ഷേ ജോലി കിട്ടി വിദേശത്തേക്ക് പോകേണ്ടി വന്നാലും ക്രിസ്മസിന് എത്തി ഇത് ചെയ്യും. പോലെ ഒരു വർഷം ബ്രേക്ക് വരുന്നില്ല. ഇപ്പോഴും ഇന്നലെ ഒരു പുതിയ ഇതിൽ പോയ വഴിക്ക് വന്ന് കണ്ട ഒരാൾ പറയും, സാറേ ഇത് ഊരല്ലേ ഇങ്ങനെ തന്നെ അങ്ങ് ഇട്ടേക്കണേ. അദ്ദേഹത്തിൻ്റെ സജഷനാണ്. ഇത് ഊരല്ല ഇങ്ങനെ തന്നെ അങ്ങ് ഇട്ടേക്കണേ, ഞങ്ങൾക്ക് വല്ലപ്പോഴും കൊച്ചുങ്ങളെ കൊണ്ടൊന്ന് കാണിക്കാവുന്നു. ക്രിസ്മസിന് ഇപ്രാവശ്യം നിങ്ങൾ 3 മാത്രമേ ഉള്ളൂ? അല്ല, രണ്ടാമത്തെ മോനോടുണ്ട്. പക്ഷേ അയാൾ ബിടെക്കിന് ഫൈനൽ ഇയർ പഠിക്കുന്നു. അയാളുടെ ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു, അതിന് മദ്രാസിൽ പോയിരിക്കുന്നു. മറ്റേതെങ്കിൽ വരും. ഒരാൾ തജിക്കിസ്ഥാനിൽ MBBSന് പോയി ഈ വർഷം പോയി ചേർന്നു. കഴിഞ്ഞ വർഷമൊക്കെ അദ്ദേഹമായിരുന്നു കൂടുതൽ ഹെൽപ്പ്. കാരണം ഇവിടെ സ്കൂളിലായിരുന്നുകൊണ്ട് ബാക്കി സമയത്ത് കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്ത് കിട്ടുമായിരുന്നു. അദ്ദേഹം ഈ വർഷമാണ് ക്രിസ്മസ് മിസ്സാവുന്നത്. തജിക്കിസ്ഥാനിൽ മെഡിസിന് പോയി. അപ്പം എല്ലാവർക്കും ഒരു വലിയ സന്തോഷമാണ് ഈ ക്രിസ്മസ് വരുമ്പോൾ ഈ പിന്നെ വലിയ സന്തോഷം തന്നെയാണ്. കാരണം ഈ സമയത്ത് ഞങ്ങളുടെ പിക്നിക് എന്ന് പറഞ്ഞ ഇതാണ്. അതിപ്പോൾ ഞങ്ങൾക്കറിയാം, ഇവിടെ ഇപ്പോൾ ഇരിക്കുമ്പോൾ തന്നെ അറിയാം, ഈ വരുന്ന ആൾക്കാർ അങ്ങ് നീ വരുമ്പോഴേ ഇപ്പോൾ ഈ ഇപ്പോഴൊക്കെ അല്ലേ അമ്പലങ്ങളിലൊക്കെ ഈ ഡെക്കറേഷൻസ് തുടങ്ങി. പണ്ട് സ്കൂളിൽ പോകുമ്പോൾ ബസ്സുകാരുടെ പ്രശ്നം ഇതായിരുന്നു. ഒരു 10 വർഷത്തിനൊക്കെ മുമ്പ് ഇങ്ങോട്ട് വരുന്ന ബസ്സിനകത്ത് പിള്ളേർ 1 കിലോമീറ്റർ അങ്ങുന്നേ എല്ലാം കൂടി ഇപ്പുറത്തെ സൈഡിൽ ചാടും. എന്തുവാ അന്നത്തെ ഡെവലപ്മെൻറ്റ് എന്തുവാണെന്നറിയാം, ഓരോ ദിവസം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഇതേമാതിരി വൈകിട്ട് അവിടുത്തെ ഇങ്ങോട്ട് വരുമ്പോഴും
ആ സൈഡിലുള്ളവർ അന്നേരവും ഇപ്പുറത്ത് ചാടും. ലാസ്റ്റ് കണ്ടക്ടർമാർ പറഞ്ഞു, സാറേ നിങ്ങളവിടെ ലൈറ്റ് ഇടുന്നത് വളരെ ഇഷ്ടമാണ്, എനിക്കും വളരെ ഇഷ്ടമാണ്, പക്ഷേ ഈ പിള്ളേരുടെ ചവിട്ടുള്ള ഞങ്ങളാണ്. ഇപ്പൊ ഇത് കാണാൻ ഇപ്പൊ ഈ പ്രാവശ്യം ആൾക്കാർ തോനെ വരാറുണ്ട്. ഇങ്ങനെ വന്ന് പോകുന്നവർ പിന്നെ കൂടുതലും പേര് സ്ലോ ചെയ്ത് നിർത്തി. ചിലവർക്ക് ഉള്ളിലോട്ട് കയറാനൊരു മടി കൊണ്ട് ഒരു ഇതുകൊണ്ട്, അപ്പം ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇച്ചിരി മുമ്പിൽ കൊണ്ട് നിർത്തും. അപ്പൊ അങ്ങനെ വരുന്നവർക്ക് ഉള്ളിൽ കയറുന്നതിന് നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് ഈ ആക്കി ഇട്ടേക്കുന്നത്. അപ്പം നമ്മളെക്കാട്ട് ഇത് മറ്റുള്ളവരുടെ ഒരു സന്തോഷത്തിനൂടെ വേണ്ടിയിട്ട് നമ്മളെല്ലായിട്ട് ചെയ്യാവുന്നത് ചെയ്യുന്നു. അതാണ് ഏറ്റവും വലിയൊന്ന്. ഇപ്പോൾ ഞാൻ 2 വർഷം മുൻപ് അമ്മ മരിച്ചത്. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, അമ്മ മരിച്ച് സെപ്റ്റംബറിൽ 15-നാണ് മരിക്കുന്നത്. അപ്പോൾ ആ വർഷം ഒന്ന് കുറയ്ക്കാൻ സ്റ്റാറെ മാത്രം നിർത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ജംഗ്ഷനിൽ പോയപ്പോൾ ഒരു കടയിൽ നിന്ന് ഇറങ്ങിയപ്പം ഒരു സ്ത്രീ, ഞാൻ പണ്ട് എങ്ങോ കണ്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ ആ സ്ത്രീ എന്നോട്, ഞാൻ ഇങ്ങനെ പോകുന്ന വഴിക്ക് പറഞ്ഞു, സാറേ നാളെ ഡിസംബർ 1 നവംബർ 30 പറയുന്നത്, ഡിസംബർ 1 ഞാൻ വിചാരിച്ചു ഇനി മറ്റുള്ളവരോട് വല്ലതും ആയിരിക്കും എന്ന് വിചാരിച്ച് തിരിഞ്ഞു നോക്കിയപ്പം കുറേ വേറെ ആരുമില്ല. അപ്പോൾ അവർക്ക് സംഗതി പിടികിട്ടി. അപ്പോഴവർ അല്ല സാറേ നാളെ ഡിസംബർ 1 ലൈറ്റ് ഡെക്കറേഷൻ തുടങ്ങണ്ടായൊന്നു എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ അത് കാണുന്ന വലിയൊരു സന്തോഷമാണ്. അപ്പോൾ ഇവിടെ തന്നെയൊക്കെ പോകുന്ന പലരും പറയും, വൈകിട്ടൊക്കെ ബിസിനസ്സൊക്കെ കഴിഞ്ഞ് പോകുന്നവർ പറയും, ഇവിടെ ഈ ലൈറ്റുകളൊക്കെ ഈ ഇതെല്ലാം ഒന്ന് കണ്ടേച്ച് പോകുന്നതാണ് ഞങ്ങളുടെ അന്നത്തെ ദിവസത്തെ ഈ ക്രിസ്മസ് സമയത്ത് വലിയൊരു സന്തോഷമെന്ന് പറയും. അപ്പം അതുകൊണ്ട് ഉള്ള കാലത്തോളം ആവുന്ന കാലത്തോളം ഇപ്പോഴും എബോവ് 60 ആയി. എന്നിരുന്നാൽ തന്നെ നമ്മളാൽ ചെയ്യാവുന്ന നമ്മുടെ സമയത്ത് പിന്നെ ബാക്കി പിൻതലമുറ ഇവരെ ഏറ്റിട്ടുണ്ട്, ഇവർ ചെയ്തോളാവുന്നു. ഞാനും പറഞ്ഞു ഒരേ കണ്ടീഷനെ പറഞ്ഞുള്ളൂ, ഇത് മുടക്കരുത്. എനിവേ അത് ചെയ്യണമെന്ന് തന്നെ ഉള്ള ആഗ്രഹമാണ്. നമ്മൾ നിൽക്കുന്നത് പറഞ്ഞ കണക്ക് വല്ലാങ്കരയിൽ രാജു പാപ്പച്ചൻ എന്ന് പറഞ്ഞ ഈ ചേട്ടൻ്റെ വീട്ടിലാണ്. അവരിപ്പം അദ്ദേഹത്തിൻ്റെ വൈഫും മകനും ഒക്കെ ഉണ്ട്. ഇവർ 3 പേരും ക്രിസ്മസിനായിട്ട് നാട്ടിലെത്തിയാണ്. വൈഫ് ഖത്തറിൽ ജോലി ചെയ്യുന്നു, മകൻ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. ഇപ്പം അവർ ക്രിസ്മസിന് നാട്ടിലെത്തി എല്ലാ വർഷവും ഒരു 15 വർഷമായിട്ട് ചെയ്യുന്ന പണിയാണ്. പണി എന്ന് പറയുന്നത് ചെയ്യുന്ന ഒരു വലിയ ഈ സമൂഹത്തിന് നൽകുന്ന ഒരു വലിയ സന്ദേശമാണ്. ക്രിസ്മസിനെയും ഉണ്ണിയേശു ജനിച്ച ആ ദിവസത്തെയും അതേ കണക്ക് തന്നെ പുതുവത്സരത്തെയും വരവേൽക്കാൻ വേണ്ടിയിട്ട് അവർ വലിയ രീതിയിലാണ് അവർ കുടുംബസമേതം ഒത്തൊരുമിച്ചുകൊണ്ട് ഈ നാടിനും കൂടെ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ദീപാലങ്കാരങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇപ്പം ചേട്ടൻ തന്നെ പറഞ്ഞു, ഇതിലെ പോകുന്നവർ പലരും നിർത്തിയിട്ട് അകത്തേക്ക് കയറണോ വേണ്ടായോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടെന്ന്. അവർക്കും ഇപ്പോൾ ചേട്ടൻ പറയുന്നത് അവർക്ക് ധൈര്യമായിട്ട് അകത്തേക്ക് കയറി ഇതെല്ലാം കണ്ട് ഇവരോട് സൗഹൃദവും പങ്കുവെച്ച് മടങ്ങിപ്പോകാം എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പം ഈ വർഷത്തെ ക്രിസ്മസിൻ്റെ ഒരു വലിയ ഒരു വലിയ അലങ്കാരമുള്ള ഒരു വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം നമ്മൾ കേരള പ്രൈം ടുഡേയുടെ ഒരു ഹാപ്പി ക്രിസ്മസും അതോടൊപ്പം തന്നെ ഹാപ്പി ന്യൂ ഇയറും നേരുകയാണ്. താങ്ക് യു.